1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8600 800120. ഹലോ ഹായ് സമൃദ്ധക്കുട്ടി. ഹായ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. ഞാൻ റിമീനെ ഒത്തിരി നാളിന് ശേഷമാണ് ഇപ്പൊ കാണുന്നത്. ഒത്തിരി നാളുകൾ കണ്ടിട്ട് നാളുകൾ. ഒത്തിരി കൊമ്പ് പാടത്ത് വെച്ചിട്ട് ഇന്ത്യയിലില്ല. അയ്യോ, ഇതാരെ പറയണേ? അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാളാണോ ഈ പറയുന്നത്? എന്ന് പറയുമ്പോ നിങ്ങൾ അമേരിക്ക. നമ്മള് രണ്ട് citizens. ചേച്ചി പക്ഷെ എന്റെ നാട്ടിലില്ലല്ലോ. പ്രോഗ്രാമിന് വന്നില്ല. ഇല്ല, ഞാൻ അപ്പൊ നാട്ടിലായിരുന്നു. ജസ്റ്റ് മിസ്. യെസ്. സമൃദ്ധ എന്താ പറയാ, ഈ അന്നും ഇന്നും ഓരോ ചേഞ്ചും ഇല്ല. അതെ. അതിൽ കൂടുതൽ ഭംഗി കൂടിയെന്നേ ഉള്ളൂ. ഞങ്ങൾക്കും സമൃദ്ധയെ ഞങ്ങൾ ഒരു തരി പോലും മറന്നിട്ടുമില്ല. കാരണം അങ്ങനെ ചെയ്തു വെച്ചേക്കുക പടങ്ങളോ, അത്രയും നല്ല പടങ്ങള്. താങ്ക് യു റിമി. ആൻഡ് റിമി പണ്ടത്തെക്കാളും സുന്ദരിയായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ വർക്ക്ഔട്ട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മളും ഇൻസ്പയർഡ് ആവും. സന്തോഷമായില്ല. കേൾക്കാൻ വേണ്ടിയായിരുന്നു പറഞ്ഞത്. മനസ്സിലായി. നിങ്ങളെ പോലെയുള്ള സ്ലിം ബ്യൂട്ടികളല്ലേ നമ്മുടെ പ്രചോദനം. സത്യം കേട്ടോ. അല്ല സമൃദ്ധ, എന്താണ് മലയാളത്തിൽ അഭിനയിക്കാത്തത് വീണ്ടും? എനിക്ക് അഭിനയിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ആ. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രവും എന്നെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ അപ്പൊ ഞാൻ നല്ലൊരു ക്യാരക്ടർ വരുമ്പോ ഡെഫിനറ്റ്ലി ഇതുവരെ ചെയ്ത കഥാപാത്രത്തിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്, മനസ്സിൽ ഏറ്റവും തങ്ങി ഇഷ്ടം. നിൽക്കുന്നത്? കുറെ കാണും, എന്നാലും എന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഒരു കൂട്ടം നല്ല ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ മാണിക്യക്കല്ലിലെ ചാന്ദിനി ടീച്ചറുടെ ക്യാരക്ടർ ഒത്തിരി ഫേവറേറ്റ് ആണ്. പിന്നെ അരികെ എന്ന് പറയുന്ന സിനിമയിലെ കൽപ്പന എന്ന് പറയുന്ന ക്യാരക്ടർ, ഡയമണ്ട് നെക്ലേസിലെ ക്യാരക്ടർ, അങ്ങനെ ഒരു ഫ്യൂ ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡയമണ്ട് characters ഉണ്ട്. നെക്ലേസ്. അതെ അതെ. അത് മാത്രല്ല ഒരുപാട് നല്ല പാട്ടുകളില് അതെ അതെ, ഒരു അതെ, അതെ. അതൊരു ഹീറോയിന്റെ ഭയങ്കര ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. എന്നും കാരണം ആ പാട്ടുകൾ എന്നും നിൽക്കും. അതെ. അതിന്റെ കൂടെ ഹീറോ ഹീറോയിൻ എല്ലാരും അതെ അതെ. എത്ര ഇപ്പോഴും കാലം ആളുകൾ ഞാൻ എന്നെ കാണുമ്പോ പച്ചപ്പനന്തത്തെയും പ്രിയന് മാത്രം ഒക്കെ അതെ, അതെ, ചെമ്പരത്തി കമലത്തെ. അത് അതെന്ത് തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി ബ്ലസ്ഡ് ആണ് ആ കാര്യത്തിൽ. എനിക്ക് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കൂട്ടം നല്ല പാട്ടുകൾ തൊട്ടുരുമിയിരിക്കാൻ. അത് ഫസ്റ്റ് മൂവി അല്ലേ? ഫസ്റ്റ് ഫസ്റ്റ് മൂവി. മൂവി. അതെ. അങ്ങനെ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യം. നമ്മൾ തമ്മിൽ വേറൊരു ഇതുണ്ട്, ലാൽ ജോസ് കണ്ടെത്തിയ നായിക, അതെ, ലാൽ ജോസ് കണ്ടെത്തിയ കണ്ടെത്തിയ ഗായിക. singer ആണ്. അതെ, അതെ, അതെ. അപ്പൊ ഫാമിലിയൊക്കെ എല്ലാം സന്തോഷമായിട്ട് ഞങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇൻസ്റ്റയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതെ, ഇപ്പൊ സമൃദ്ധ ചേച്ചി വെക്കേഷൻ വന്നാണോ നാട്ടിലേക്ക്? അതെ, കുട്ടികൾക്ക് ജൂൺ ജൂലൈയിലാണ് വെക്കേഷൻ. അപ്പൊ ഞാൻ ഒട്ടുമിക്ക ഇയേഴ്സും ഈ ഒരു സമയത്ത് നാട്ടിലുണ്ടാവും. എല്ലാരും കൂടി വന്നു. എല്ലാരും കൂടെ വന്നു. അപ്പൊ കറക്റ്റ് സമയത്ത് നമുക്ക് ടോപ്പ് സിംഗറിൽ കിട്ടിയത് ഒത്തിരി അതെ, സന്തോഷം. അതെ, അതെ, കാരണം അതെ. ഇപ്പൊ വരാൻ കറക്റ്റ് ടൈമാണ്. നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇപ്പൊ ക്വാർട്ടർ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുക. യെസ്, ഞാൻ അപ്പം അറിഞ്ഞു. ചേച്ചീനെയും കൂടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പം ഒരുപാട് നല്ല പാട്ടുകൾ, അതും ചെറിയ കുട്ടികൾ പാടുന്നു എന്ന് പറയുമ്പോ അതിന്റെ ഒരു അതെ. കൗതുകം കൂടും. അപ്പൊ അത് അതെ. കേൾക്കാൻ ഞാൻ റെഡിയാണ്.